Dear students, very good morning all. Once more all are welcome to auditing new video classroom. Now we are discussing the topic liabilities or duties of an auditor. Well, at time essay question part area. What are the duties or liabilities of a company auditor? ഒരു കമ്പനിയിലെ ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ ബാധ്യത ഏതെല്ലാമാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അവരുടെ ഡ്യൂട്ടീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. ഡ്യൂട്ടീസ് ഓർ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു four groups. That is, first one, statutory duties. Second one, duties arising out of common law. Third one, duties arising out of professional etiquette. And fourth one, duties imposed by legal or court decision. ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. Then first പാർട്ടിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ്. എൻക്വയറി നടത്തുക എന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്യൂട്ടി ടു റിപ്പോർട്ട്, അതായത് അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ദെൻ ഡയറക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിനെ ഡയറക്റ്റ് ചെയ്യുവാനുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്ക് ഉണ്ട്. ദെൻ റിപ്പോർട്ട് ഫോർ പ്രോസ്പെക്ടസ്. ഇപ്പോൾ നേരത്തെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും ന്യൂ ഇയറിൽ. അപ്പോൾ പുതിയ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനാവശ്യമായുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ സർട്ടിഫൈഡ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഇപ്പോൾ പാപ്പരത്വം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സുമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടീസിനോ കമ്പനി റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള പാപ്പരത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിക്ക് തന്നെ അങ്ങനെ ഒരു സോൾവൻസി ഉണ്ടെങ്കിൽ അതിനുള്ള ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ഓഡിറ്റർക്കാണ്. ദെൻ ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്പെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്ക് ഉണ്ട്. ആൻഡ് ആൾസോ അസിസ്റ്റ് ടു പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇപ്പോൾ കോർട്ടിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കേസിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലൊക്കെ നിർബന്ധമായും ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് വരിക. അപ്പോൾ ആ പ്രോസിക്യൂട്ടർ വരുന്ന സമയം പുള്ളിക്കാരന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ സ്റ്റാറ്റ്യൂസ് ഓർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ വോളിയം കൂടിയേക്കാം. കമ്പനീന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെൻമെന്റ് വരുന്ന സമയം ഈ പറയുന്ന ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസിൽ നിന്നും അളവ് കൂടുക എന്നല്ലാതെ ഇത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതല്ല. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ്. ഏതൊക്കെ വിഭാഗത്തിലാണ് ഒരു ഓഡിറ്റർ എൻക്വയറി നടത്തേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടില് വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റീസ് then have been properly secured and whether the terms or the conditions of which they have been made are not prejudicial to the interest of the company. അതായത് നമ്മളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനീൻ്റെ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയം അവിടെ എൻക്വയറി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ സെക്യൂർഡ് അസറ്റ്സ് അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അതിന് ബെയിൽമെന്റ് നടത്തിയിട്ടാണ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എൻഷ്യൂർ ചെയ്യണം. അപ്പൊ അതിന് എൻക്വയറി നടത്തേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കമ്പനീസ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അവരങ്ങനെ വാങ്ങിച്ചു എങ്കിൽ അതിനുള്ള സെക്യൂരിറ്റീസ് സെക്യൂർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ ഫാക്ട് എൻക്വയറി തന്നെ then whether transaction of the company which are represented merely by book entries. അപ്പോൾ അവിടെ നടക്കുന്ന ഓൾ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഓൾ ഇവന്റും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി
വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ എൻക്വയറി ചെയ്യേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Then third one, where the company is not an investment of company, whether the shares, debentures or other securities of the company have been sold at price less than their purchase price. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് പ്രൈസിനേക്കാളും കുറഞ്ഞിട്ട് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Then whether the loans and advances made by company have been shown as deposits. അപ്പോൾ ഇങ്ങനെ ഒരു ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തു. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് ന്യൂമറസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഫണ്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇതെന്തായിരിക്കും, എല്ലായ്പ്പോഴും നമ്മൾ ക്രോസ്ഡ് ചെക്ക് ഉപയോഗിച്ചിട്ടാവും ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കമ്പനീൻ്റെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ കമ്പനി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ ആ തുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനിയുടെ പേര് പറഞ്ഞ് ഫണ്ട് ഒഴിവായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Then whether personal expenses have been charged to revenue account. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻസ് റവന്യൂ അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന് എന്ത് ചെയ്യണം, എൻക്വയറി നടത്തി പോവേണ്ടതാണ്. Whether it is stated in the books and papers of the company that any share have been allotted for cash, whether cash has actually been received in respect of such allotment. നമുക്കറിയാം, കമ്പനി ഷെയറും ഡിബഞ്ചറും ബോണ്ടും ഒക്കെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കിട്ടും. അപ്പോൾ ആ ഫണ്ട് കിട്ടുന്ന സമയം ആ എമൗണ്ട് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണോ അല്ലെങ്കിൽ ഫോർ ക്യാഷിനാണോ പേയ്മെന്റ് ഷെയറും ഡിബഞ്ചറും ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തലാണ് കമ്പനീസിന്റെ സ്റ്റാറ്റ്യൂട്ടറിയിൽ ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ് എന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കമ്പനിയിലെ ഓഡിറ്ററി എൻക്വയറി ചെയ്തിരിക്കണം. ഒന്നാമതായി ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിച്ചു. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആ സെക്യൂരിറ്റി കമ്പനിയുടെ പേരിലുള്ളതാണോ എന്നും കൂടി എൻഷുർ ചെയ്യണം. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ഇവിടെ നടക്കുന്ന, അതായത് കമ്പനി നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ദെൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ലെങ്കിൽ ആ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദെൻ പേഴ്സണൽ എക്സ്പെൻസസ് എല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നും കൂടി ഉറപ്പുവരുത്തണം. അതുപോലെ അവിടെയുള്ള കമ്പനീസിന്റെ ഷെയറും ഡിബഞ്ചറും വിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് കളക്ട് ചെയ്തു എന്നും കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനാണ് സെയിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തു പോയിട്ടുള്ളതും എന്നുള്ളതും എൻക്വയറി നടത്തേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. സെക്കൻഡ് പാർട്ട്, ഡ്യൂട്ടി ടു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, അണ്ടർ കമ്പനീസ് ആക്ട് 227 ഓഫ് ദ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് 227 പറയുന്നത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണോ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത്തരത്തിലുള്ള ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഫയൽസിനെ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓഡിറ്റർ സൈൻ ചെയ്ത റിപ്പോർട്ട് ആരാണോ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാർ ആരാണോ അവർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് മീൻസ് ഡ്യൂട്ടി ടു പ്രിപ്പയർ റിപ്പോർട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഓഡിറ്ററിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്ത് പോകുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞത്, ഡയറക്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് under section 227 subsection 4a, the central government may by general or special order then direct the companies to give specific report on certain matters of companies. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് വരികയാണ്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓർഡർ വരികയാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ഓർഡർ വരുന്ന സമയം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ട ഇനീഷ്യൽ വർക്ക് എന്താണോ അതെല്ലാം എന്ത് ചെയ്യണം, ഒരു ഓഡിറ്ററിന്റെ ഭാഗത്തു നിന്നും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. When central government issue any such direction, the auditor is required to comply with them. That means അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട്
അത് മാക്സിമം ഇൻവോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഓഡിറ്റർ സന്നദ്ധനായിരിക്കണം. അത് അയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. ദാറ്റ് മീൻസ് when a company to involving manufacturing, mining or any processing, then supplying or rendering services or any trading activities, the business of financing investment, chitti fund or mutual fund, then duty to certify the statutory report. Then anyway, ഈ പറയുന്ന ഏത് കേസിലും എന്തെങ്കിലും ഡൗട്ട്സ് സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റിക്ക് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ അതോറിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സമയം അവരുടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് ഫോർ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കമ്പനി ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയറും ഡിബഞ്ചറും ഇഷ്യൂ ചെയ്യുമ്പോഴാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ജനറൽ പബ്ലിക്കിന് ഷെയറും ഡിബഞ്ചറും വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാക്ട് കൊടുക്കണം. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇങ്ങനെ പറയുന്ന ഓൾ ഫാക്ടിനെ കുറിച്ചിട്ടുള്ള വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഓഡിറ്ററിന്റെ ഹെൽപ്പ് വേണം. സോ ആ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ റിപ്പോർട്ട് കൊടുക്കേണ്ടതും ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് വൺ, സർട്ടിഫൈ ദ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഇപ്പൊ ഏതെങ്കിലും കേസിൽ കമ്പനി തന്നെ ആവാം, കമ്പനിയുടെ ഷെയർ ഹോൾഡറിന്റെ ഭാഗത്താവാം, കമ്പനിയുമായിട്ട് ബന്ധമുള്ള ഔട്ട്സൈഡേഴ്സ് ആവാം, ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സോൾവൻസി കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ആ സോൾവൻസി ഡിക്ലെയർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുവാനുള്ള ഒരു എന്താ പറയുക ഉത്തരവാദിത്വം കൂടി ഓഡിറ്റർക്കുണ്ട്. ദെൻ ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് കമ്പനീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എയ്ഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഐഡിയാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ടു ഹെൽപ്പ് ദ ഇൻസ്പെക്ടേഴ്സ് to his best while they are investigating into affairs of the company. ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഏരിയാസിലായിരിക്കും അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന ഇൻസ്പെക്ടറിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ആൾസോ ടു അസിസ്റ്റ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ. കോർട്ടിലുമായി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന കമ്പനി ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം കമ്പനിക്ക്. ഇപ്പോൾ കോർട്ടിലൊക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും കമ്പനി വിസിറ്റ് ചെയ്യുക. അപ്പോൾ ആ കമ്പനി വിസിറ്റ് ചെയ്യുമ്പോൾ ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൾ ഫാക്ട്, അതായത് ആ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓൾ ഫാക്ടിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഓഡിറ്റർ എന്തായിരിക്കണം? സന്നദ്ധനായിരിക്കണം. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറി, ദെൻ ഡ്യൂട്ടി ടു റിപ്പോർട്ട്, then direction to the central government, report for prospectors, certified declaration of solvency, duty to assist inspectors and also to assist public prosecutors. Then second part, duties arising out of common law. Common law പ്രകാരം, that means ഇവിടെ ഒരു കോൺട്രാക്ട് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ കോൺട്രാക്ട് ആരെല്ലാം തമ്മിലാണ് ഉണ്ടാവുക? ഓഡിറ്ററും അതുപോലെ ക്ലയന്റും. ക്ലയന്റും ഓഡിറ്ററും തമ്മിൽ ഓഡിറ്റ് വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺട്രാക്ട് അഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഓൾ ഫാക്ടും ഓഡിറ്റർ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. This duties arises out of contract between the auditor and the client under common law. That means law of contract. Law of contract പ്രകാരം എന്തൊക്കെ ഡ്യൂട്ടീസ് ആണോ ഒരു ഓഡിറ്റർക്ക് അവിടെ ചെയ്യാനുള്ളത് അതിനുള്ള ഒരു കോൺട്രാക്ട്. ഇറ്റ് മേ ബി ഐദർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഒന്നെങ്കിൽ രേഖാമൂലം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവാം അഗ്രിമെന്റ്, അതർവൈസ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആയിരിക്കും, വാക്കാൽ സംസാരിച്ചതായിരിക്കാം. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം? പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ഓഡിറ്റർക്ക് പോകാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ടു ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ആർ നമ്പർ 1 ടു അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റീസ് ഓഫ് ദ ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ കമ്പനിയിലെ കപ്പാസിറ്റീസ്, അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് എന്താണോ അത് മെൻഷൻ ചെയ്യണം. ദെൻ പൊസിഷൻ ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സും നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സും. അപ്പോൾ ആ കറണ്ട് അസറ്റ്സിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് എന്നുള്ളതിന്റെ ഡിക്ലറേഷൻ കൊടുക്കണം. ദെൻ എക്സ്റ്റെൻഡ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോഴ്സ്. സ്റ്റോഴ്സിന്റെ വോളിയം, സ്റ്റോറിന്റെ വോളിയം കൂടും, സ്റ്റോഴ്സിന്റെ വോളിയം കുറയുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. സ്റ്റോഴ്സ് കൺട്രോൾ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ സ്റ്റോഴ്സിൻ്റെത്, കറണ്ട് അസറ്റ്സിൻ്റെത്, അതുപോലെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ കപ്പാസിറ്റീസ് എന്തെല്ലാമാണ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഓൾ ഫാക്ടും എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്ത് പോവാം എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി
ഓഡിറ്ററും ക്ലയന്റും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ഓഡിറ്റ് വർക്കിന്റെ കേസിൽ. അപ്പോൾ ഈ ഓഡിറ്റ് വർക്കിൽ ഓഡിറ്റർ എല്ലാ പാർട്ടും അതായത് എക്സ്പ്രസ് ചെയ്യുകയോ ഇംപ്ലൈ ചെയ്തിട്ടുള്ളതോ ആയിരിക്കാം കോൺട്രാക്ട്. അപ്പോൾ ആ കോൺട്രാക്ട് പറഞ്ഞുള്ള ഓൾ ഇവന്റും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Then third part, duties arising out of professional etiquette. പ്രൊഫഷണൽ എറ്റിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽപരമായിട്ടുള്ള മര്യാദകൾ കീപ്പ് ചെയ്യാനുണ്ടായിരിക്കും ആർക്ക്, ഓഡിറ്റർക്ക്. ഓക്കെ, അതാണ് പ്രൊഫഷണൽ എറ്റിക്യൂട്ട് എന്ന് പറയുന്നത്. ദ പ്രൊഫഷണൽ സക്സസ് ഓഫ് ആൻ ഓഡിറ്റർ ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് കീ, ദെൻ ഹോണസ്റ്റി, ദെൻ സൗണ്ട്നെസ് ഓഫ് ജഡ്ജ്മെന്റ്, കോമ്പിറ്റൻസി ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്കില്ല്, അദ്ദേഹത്തിന്റെ കീസ്, അതുപോലെ ഇന്റലിജൻസ്, ഹോണസ്റ്റി, ദെൻ ഇന്റഗ്രിറ്റി, ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വോയിസ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ നടത്തിക്കൊണ്ട് പോവുക, ഹോണസ്റ്റി കീപ്പ് ചെയ്യുക, കോമ്പിറ്റൻസി ക്രിയേറ്റ് ചെയ്യുക, സ്കിൽ അക്വയർ ചെയ്യുക. ഇതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക പ്രൊഫഷണൽ സക്സസ് ആവുക ഏതൊരു ഓഡിറ്ററിന്റെയും. ഓക്കെ, ദെൻ the member who fails to observe the rules of professional contract is personalized by Institute of Chartered Accountants. Thus, the main duties arising out of professional etiquette are: then number one, every auditor should carry on his duties with due regard to public interest and not his personal interest. ഇപ്പോൾ ഒരു കമ്പനിക്ക് തേർഡ് പാർട്ടീസിനോട് ലാബിലിറ്റീസ് ഉണ്ടായിരിക്കും. അവിടുത്തെ തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, അതുപോലെ ഗവൺമെന്റ്, ജനറൽ പബ്ലിക്, ഈ പറയുന്ന ആളുകൾ, കസ്റ്റമേഴ്സ്, ഇവരൊക്കെയാണ് അവിടുത്തെ തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ തേർഡ് പാർട്ടീസിനോട് കമ്പനിക്ക് ലാബിലിറ്റി ഉണ്ട്. അപ്പൊ ആ തേർഡ് പാർട്ടീസിനോടുള്ള ലാബിലിറ്റി എന്ന പോലെ ഓഡിറ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരോട്? കമ്പനിയോട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കാതെ തേർഡ് പാർട്ടീസിന്റെ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു പോകണം. ഹി മസ്റ്റ് ബി ഹോണസ്റ്റ്, കോമ്പിറ്റന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. വളരെ സ്വതന്ത്രമായി, വളരെ കോമ്പറ്റീഷൻ ബേസിൽ ചിന്തിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട്, ഹോണസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. Then he should disclose all material facts and the information about the working and financial position of company to the shareholders. അപ്പോൾ കമ്പനിയിൽ ഇപ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഷെയർ ഹോൾഡർമാരുണ്ടായിരിക്കാം. അപ്പോൾ ഇതിലൊരു 100 ഷെയർ ഹോൾഡർമാർ ഈ കമ്പനിയുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടാവില്ല. കമ്പനി നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞോളന്നില്ല. പക്ഷെ ഓഡിറ്റർക്ക് അറിയാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഓൾ ഫാക്റ്റും ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഓഡിറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനോടും ഒരുപോലെ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. Okay, the auditor should strictly adhere the rules and regulations formulated by Institute of Chartered Accountants of India. ഇപ്പോൾ ICMA അല്ലെങ്കിൽ ICAI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരുപാട് പ്രിൻസിപ്പിൾസ്, ഒരുപാട് റെസ്ട്രിക്ഷൻ, കണ്ടീഷൻ. ഇപ്പോൾ നമുക്കറിയാം ഒരു അഡ്വക്കേറ്റിന് ഒരുപാട് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ടീച്ചറിന് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ഡോക്ടേഴ്സിന് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, അങ്ങനെ നേഴ്സിന് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അങ്ങനെ ഓരോ പ്രൊഫഷണൽസിനും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട്. അപ്പൊ ആ എത്തിക്സ് കീപ്പ് ചെയ്തു. അതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആക്ട് പ്രകാരമുള്ള റെസ്ട്രിക്ഷൻസും അതുപോലെ എത്തിക്സും ഉണ്ട്. അത് പരിപൂർണമായിട്ടും ആര് കീപ്പ് ചെയ്യണം? ഒരു ഓഡിറ്ററെ കീപ്പ് ചെയ്തേ പോകാം. ഓക്കെ, ദെൻ അതർ എറ്റിക്യൂട്ട്. അപ്പോൾ ഈ പറയുന്ന മെയിൻ കാറ്റഗറി അല്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള എറ്റിക്യൂട്ട് ഉണ്ട്. അതെന്തെല്ലാമാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്പർ 1, ആൻ ഓഡിറ്റർ ഈസ് നോട്ട് അലൗഡ് ടു അഡ്വർടൈസ് ഓർ കാൻവാസ് ബിസിനസ്. ഒരിക്കലും ഒരു ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ഓഡിറ്റ് ചെയ്യാൻ സന്നദ്ധനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ള ഓൾ മെറ്റീരിയൽ ഫാക്റ്റും ഓഡിറ്റ് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് അയാളുടെ പ്രൊഫഷണൽ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു ഭാഗമാണ്. ഒരിക്കലും ഒരു ഓഡിറ്ററും അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ canvas ചെയ്യരുത്. Second one, an auditor is not allowed to give any share out of his remuneration to any person in order to get business. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്ത് പോകുന്നതിന്, അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അയാളുടെ സാലറി പാക്കേജിന്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജസിന് ഈക്വൽ ആയിട്ടുള്ള ഷെയർ കമ്പനിയിൽ നിന്നും കളക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ അയാൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറി. അയാൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യില്ല, കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിൽ കമ്പനിക്ക് നിന്ന് വാങ്ങാനുള്ള ക്യാഷ് ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് വാങ്ങിക്കാൻ, അതായത് ഷെയർ ആയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. Then an auditor before accepting new job must get the consent of the retiring auditor. നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടർ.
അതായത് ഒരു പുതിയൊരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന സമയം അവിടെ എക്സിസ്റ്റിംഗ് ഓഡിറ്റർ ഉണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് ഇയറിൽ ഓഡിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഓഡിറ്ററിന്റെ, അതായത് റിട്ടയറിംഗ് ഓഡിറ്ററിന്റെ സമ്മതപത്രം വാങ്ങിച്ചിട്ട് വേണം ആ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ. അത് അതിൻ്റെ ഒരു റൂളാണ്. Then a chartered accountant cannot respond to tender responding to the advertisement inviting applications for the appointment of auditor. അപ്പോൾ ടെൻഡർ വിളിച്ചുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട് എന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടാൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ടെൻഡർ വിളിച്ചുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് വർക്കിന് പോകാൻ പാടുള്ളതല്ല. Then a member of Institute of Chartered Accountant of India is not permitted to designate himself by an other description except in the chartered accountant. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യണം. അതല്ലാതെ ആ പേരിനെ മാറ്റി നിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരത്തിലുള്ള എറ്റിക്യൂട്ടാണ് ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൊഫഷണൽ എത്തിക്സ്. ലാസ്റ്റ് പാർട്ട്, ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻ. ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then it is the duty of a company auditor to check the stock properly. സ്റ്റോക്ക് പ്രോപ്പർലി വാരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഓർ പർച്ചേസ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഇത് കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് എന്തായിരിക്കണം, പ്രോപ്പർലി വാല്യൂ ചെയ്തു പോവേണ്ടത് ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. സ്റ്റോക്കിന്റെ വോളിയം എത്രമാത്രം ഉണ്ട്, അപ്പോൾ ഏത് രീതിയിലാണ് സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്ത് പോവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന ലീഗൽ കണ്ടീഷൻസിൽ വരുന്നതാണ്. സെക്കൻഡ് വൺ, ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് സ്കിൽ. ഒരു മിസ്റ്റേക്കും ഒരു കാരണവശാൽ അക്കൗണ്ടന്റിന് മിസ്റ്റേക്ക് പറ്റാം, ക്ലർക്കിന് മിസ്റ്റേക്ക് പറ്റാം, പിയൂണിന് മിസ്റ്റേക്ക് പറ്റാം. ഓഡിറ്ററും ഹ്യൂമൻ ബീയിങ് ആണ്. ഈവൻ ദോ ഹി ഷുഡ് സ്പെഷ്യൽ കെയർ ഓർ സ്പെഷ്യൽ സ്കിൽസ് ഓർ എനി സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ വർക്ക്. അപ്പോൾ ഒരു ഓഡിറ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കില്ല് കൊടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഹി ഷുഡ് എക്സാമിൻ പ്രോപ്പർലി ദ ടേംസ് ഓഫ് ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ്. ഇപ്പോൾ ഡിബഞ്ചർ, ഷെയർ, ബോണ്ട് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയം അതിനകത്ത് ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീഡ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് പ്രോപ്പർലി വാരിഫൈ ചെയ്ത് പോകാൻ ഓഡിറ്റർക്ക് ഡ്യൂട്ടി ഉണ്ട്. ദെൻ ഹി ഷുഡ് ഫിസിക്കലി കൗണ്ട് cash in hand, physically count cash in hand on the last date of the financial year. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉള്ളതെന്നുള്ളത് ഫിസിക്കലി വാരിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ എമൗണ്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ലാസ്റ്റ് ഡേ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഹി ഈസ് എ വാച്ച് ഡോഗ്. ഓഡിറ്റർ ഒരു വാച്ച് ഡോഗ് ആണ്, നോട്ട് ആസ് എൻ എ ബ്ലഡ് ഹോണ്ട്. അയാൾ ഒരിക്കലും എന്തല്ല, ഒരു ബ്ലഡ് ഹോണ്ട് അല്ല. അപ്പോൾ ഒരു മാനേജറിനെ അല്ലെങ്കിൽ ഒരു ക്ലർക്കിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അതായിരിക്കും അദ്ദേഹം വർക്കിലും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള അസംഷൻസിന്റെ ബേസിൽ ഒരു ബ്ലഡ് ഹോണ്ടിനെ പോലെ ആക്ട് ചെയ്യാൻ ഓഡിറ്റർക്ക് പവർ ഇല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഹി ഈസ് എ വാച്ച് ഡോഗ്. ദെൻ an auditor should correspond in writing with a retiring auditor before accepting the appointment as an auditor in place of him. ഓക്കെ, അപ്പോൾ പുതിയൊരു ഓഡിറ്ററായിട്ട് അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ റിട്ടയറിംഗ് ഓഡിറ്ററിന്റെ കൺസെന്റ് ലെറ്റർ കളക്ട് ചെയ്തിട്ട് വേണം അപ്പോയിൻമെന്റ് എടുക്കാൻ. ദെൻ ലാസ്റ്റ് വൺ, എ നോൺ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ആൻഡ് നോൺ ഹോൾഡർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഫ്രോം ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനോട്ട് പ്രാക്ടീസ് ആസ് ആൻ ഓഡിറ്റർ. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA എക്സാം പാസ്സാവാത്ത, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെ 1 ഇയറിൽ തറോയിലി അയാൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് ക്വാളിഫൈ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾ യാതൊരു കാരണവശാലും നിയമപരമായിട്ട് ഓഡിറ്റ് വർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്നും, CA ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഇപ്പോൾ മേ ബി ആസ്ക് ക്വസ്റ്റ്യൻ ഫോർ essay type. Okay.